ചേച്ചി, എന്താ മോളെ? ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന്. അടുത്ത ഞായറാഴ്ച ചേച്ചിയെ കാണാൻ അവര് വരും. കൈമള് തിരുമേനിയോട് പറയുന്ന കേട്ടതാ. മാള് പൊയ്ക്കോളൂ കേട്ടോ, ഞാൻ വന്നോളാം. ശരി, പൊയ്ക്കോ. എന്റെ കുട്ടമാഷ് പാവം. മാഷ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എവിടെ ആയിരിക്കും ദൈവമേ? ഭവാനി, ഞാൻ പോയിട്ട് വരാം. പലചരക്ക് സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് കുട്ടന്റെ കൊടുത്തിട്ടുണ്ട്. നീ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരുമ്പോഴേ അതോടെ മേടിച്ചോണ്ട് വരാം കേട്ടോ. ശരി അച്ഛാ. ഓ, ഇന്ന് അമ്പാട്ടെ തെങ്ങൽ ആദ്യം തുടങ്ങാം. എന്റെ അച്ഛന്റെ കുടികിടപ്പുകാരനായിരുന്നു ചെത്തുകാരൻ വേലായുധൻ. വേലായുധന്റെ ഒരേ ഒരു മകനാണ് കുട്ടമാഷ്. കണക്കില് മോശമായിരുന്ന എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഒരു ദിവസം കുട്ടമാഷ് ഇല്ലത്തെത്തി. ജയശ്രീ കണക്കിന് തീരെ മോശമല്ലേ? ഞാൻ ജയശ്രീക്ക് കണക്കിന് കൂടുതൽ മാർക്ക് മേടിച്ചു തരും. ജയശ്രീ ചിരിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ ഒരു പരിശുദ്ധമായ പ്രേമത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ദ്രനീലമെഴുതിയ മിഴികൾക്ക് മഹേന്ദ്രജാലത്തിലോ പത്മരാഗം ചൂടിയ ചോടികൾ തൻ മൗനരാഗത്തിലോ അലിഞ്ഞു പോയെന്റെ ഹൃദയം, കളഞ്ഞു പോയെന്റെ ഹൃദയം. ഋതുമതി മിഴി കവരും നിൻ യൗവനം, മധുമലരിതൽ വീഴ്ത്തും പൂങ്കാവനം. ഇമയിതളിൽ നീഹാരമായി ഒരു ലയ ബിന്ദു ഞാനൂറിയോ, ഹരിചന്ദനത്തിന്റെ കുളിർ പകരും ഇരുമയിലൊരു രോമഹർഷമായോ. അലിഞ്ഞു പോയെന്റെ ഹൃദയം, കളഞ്ഞു പോയെന്റെ ഹൃദയം. എന്താടി നമ്മുടെ കുട്ടനൊരടക്കം? പതിവില്ലാത്തൊരു മൂളിപ്പാട്ടും ഒക്കെ. കല്യാണ പ്രായമായ ചെക്കനല്ലേ. പെൺപിള്ളേരുടെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല, ആൺപിള്ളേരുടെ അച്ഛനമ്മമാർക്കും കെട്ടുപ്രായമുള്ള ആൺപിള്ളേരുണ്ടെങ്കിൽ അത് വേവലാതി തന്നെയാ. അത് നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ മോനെ ആര് പെണ്ണു കൊടുക്കാനാ? ട്യൂഷൻ മാഷക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലെന്നേ. പോരാത്തതിന് ചെത്തുകാരൻ വേലായുധന്റെ മോനെന്ന ഒരു പേരും അല്ലേ? കുറുമൊഴി മുല്ലത്തുത്താലവുമായി കുളിച്ചു തൊഴുതു വരുന്നവളെ, പുതുമഴ കൊള്ളേണ്ട പൊൻവെയിൽ കൊള്ളേണ്ട പച്ചിലക്കുടക്കീഴിൽ നിന്നാട്ടെ, എൻ്റെ പച്ചിലക്കുടക്കീഴിൽ നിന്നാട്ടെ. ആരെങ്കിലും വന്നു കണ്ടാലോ, അർത്ഥം വച്ചു ചിരിച്ചാലോ. ആരെങ്കിലും വന്നു കണ്ടാലോ, അർത്ഥം വച്ചു ചിരിച്ചാലോ.
പുതുമഴ കൊള്ളേണ്ട പൊൻവെയിൽ കൊള്ളേണ്ട പച്ചിലക്കുടക്കീഴിൽ നിന്നാട്ടേ. ഞാനില്ല 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 നിന്റെ കിനാവിന്റെ ഇളനീരേതൊരു നീലക്കാർ വർണ്ണനു നേദിച്ചു. നിൻ പ്രേമ പൂജ പുഷ്പങ്ങളാരുടെ അമ്പല നടയിൽ പൂജിച്ചു. നിൻ പ്രേമ പൂജ പുഷ്പങ്ങളാരുടെ അമ്പല നടയിൽ പൂജിച്ചു. മറ്റൊരു ദേവനെനിക്കില്ല, മറ്റൊരു ശ്രീകോവിലില്ല. പുതുമഴ കൊള്ളേണ്ട പൊൻവെയിൽ കൊള്ളേണ്ട പച്ചിലക്കുടക്കീഴിൽ നിന്നാട്ടേ. ഞാനില്ല 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 തൊടുന്നതെല്ലാം പൊന്നാകും നിൻ താമരവളയ കൈവിരലാൽ. എൻ മനോരാജ്യത്തെ ദേവാലയത്തിലെ മൺവിളക്കെന്നു കൊളുത്തും നീ, മൺവിളക്കെന്നു കൊളുത്തും നീ. വൃശ്ചിക വ്രതമൊന്നു കഴിഞ്ഞോട്ടെ, വിവാഹമോതിരമണിഞ്ഞോട്ടെ. ചെത്തുകാരൻ വേലായുധന്റെ മോന് കോലോത്ത തമ്പുരാട്ടിക്കുട്ടിയോട് പ്രേമം നടക്കും നടക്കും. തിരുമേനി വരുന്നുണ്ട്, അവന്റെ അഹങ്കാരം അങ്ങ് തീർത്തു കൊടുത്തേക്കണം. തിരുമേനി എന്നെ വിളിപ്പിച്ചെന്ന് കേട്ടു. ഏരപ്പേ, നിനക്ക് കിട്ടാണ്ടാവൂടാ എന്റെ മോളെ കയറി പ്രേമിച്ചത്. അവന്റെ ഒരു പൂതി. എടോ തമ്പുരാനെ, സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ താൻ ഏത് മറ്റേടത്തെ തമ്പുരാനെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്താടാ കുട്ടാ നീ പറഞ്ഞത്? താൻ പോടോ നത്തോലി. എടോ തിരുമേനി, തന്റെ മകൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവും. തനിക്ക് എതിർക്കാമെങ്കിൽ അങ്ങോട്ട് എതിർക്ക്. ചെത്തുകാരൻ വേലായന്റെ മകന് തിരുവല്ലം കോവിലത്തുനിന്ന് സംബന്ധം. നിനക്കെന്താ ചെത്തുകാരോട് ഇത്ര പുച്ഛം? നീ പുച്ഛിക്കുന്ന വേലായുധന്റെയും പൂർവികരുടെയും വിയർപ്പിന്റെ വില കൂടിയുണ്ട്. നിങ്ങൾ ഭക്ഷിക്കുന്ന അന്നത്തിനും കുടിക്കുന്ന വെള്ളത്തിനും. കൊടുക്കുന്നത് വാങ്ങി ഓച്ചാനിച്ച് നിൽക്കുന്ന വേലായുധന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞടോ തിരുമേനി. തന്റെ ഈ വേരട്ടലൊക്കെ വല്ല പിള്ളേരെടുത്ത് മതി. എടോ കൈമളെ, ഇവനുള്ള കൊട്ടേഷൻ കൊടുത്തേക്ക്. വച്ചോണ്ടിരിക്കണ്ട മോനെ. രാജപുഷ്പമേ